ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായൽ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് താമസിച്ചായിട്ട് എപ്പിസോഡ് വന്നത്, അതുകൊണ്ട് തന്നെ എപ്പിസോഡ് റിവ്യൂ ഇടാതിരുന്നത്. അങ്ങനെ ഭൂമി ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ആ ഒരു വാടക കൊണ്ട് ഭൂമിയുടെ മുമ്പിലേക്ക് വരുവാണ്. ഭൂമി ഇയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമ്പോ ഭൂമിക്ക് ഒരു വശപശക്ക് തോന്നുന്നുണ്ട്. ഭൂമി അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ ഓടാട്ടോ. ഓടി ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും ഇയാൾ പുറകെ ഒരു കത്തി എടുത്ത് നമ്മുടെ ഭൂമിയുടെ നേരെ മുതുകത്തേക്ക് എറിയാണ്. ഭൂമി അവിടെ ചോര വീണിങ്ങനെ മരിച്ചു കിടക്കുന്ന പോലത്തെ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ അച്യുതൻ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ്. അതായത് നമ്മുടെ ഭവാനിയുടെ ഗുണ്ടകൾ വന്നിട്ട് ഭൂമിനെ കൊലപ്പെടുത്തും, ഭൂമിനെ കൊന്നുകളയും എന്നൊക്കെ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ അച്യുതന ആ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി വരുന്നുണ്ട് അംബിക. എന്താ മനുഷ്യ, എന്ത് പറ്റി? നിങ്ങളാകെ വിയർത്തിരിക്കുന്നു, വല്ല സ്വപ്നവും കണ്ടോ? ആ ഉച്ചമയക്കം മയങ്ങിക്കഴിഞ്ഞ എങ്ങനെയാണ് അരുതാത്ത സ്വപ്നങ്ങളെ കാണുള്ളൂ. ഇന്ന് എന്ത് അരുതാത്ത സ്വപ്നമാണ് കണ്ടത്? മോള് നമ്മളെ വിട്ട് ഉപേക്ഷിച്ച് പോണത് കണ്ടോ? ആ കണ്ടു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എപ്പോഴും മോള് മോള് മോള്. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? നാളൊരു സമയത്ത് അവളുടെ അച്ഛനും അമ്മയും വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയാ നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമോ ചോദിക്കാണ്. എന്താ മനുഷ്യ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനും അമ്മേനും കുറിച്ചും നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? അല്ല നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും സത്യോ എന്തെങ്കിലും രഹസ്യമോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം. എനിക്ക് വിഷമമാകും എന്ന് വെച്ചിട്ടാണ് നിങ്ങളൊന്നും പറയാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, നോക്ക്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ. ഭൂമി നമ്മുടെ സ്വന്തം മകളല്ല. അവൾ ഇത്രയും വർഷം 22-23 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മഹാഭാഗ്യം, നമ്മുടെ ജീവനും ജീവിതവും ഭൂമിയായിരുന്നു. അവള് വന്നതിന് ശേഷം നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അവളാണ് നമ്മുടെ സന്തോഷവും ഐശ്വര്യവും എല്ലാം. പക്ഷെ നമ്മൾ സ്വാർത്ഥരാവാൻ പാടില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവളുടെ അച്ഛനും അമ്മയും, യഥാർത്ഥ അച്ഛനും അമ്മയും വന്നിട്ട് അവളെ അവകാശപ്പെട്ട് നമുക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. കാരണം ആ അച്ഛനും അമ്മയും ചിലപ്പോൾ ഇവളെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും. വേണ്ട, നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ, എനിക്കിതൊന്നും കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അംബിക അകത്തേക്ക് കയറി പോകണം. അച്യുതന് വരാത്ത വിഷമം ഉണ്ട് കേട്ടോ. അച്യുതൻ മനസ്സിൽ വിചാരിക്കുകയാണ്, പാവം ആ സത്യൻ സാറിന്റെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ്. കാരണം ഇത്രയും വർഷം തന്റെ സ്വന്തം മോളെ കാണാതെ ഇരിക്കാൻ പറ്റാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ആർക്കും സഹിക്കാൻ പറ്റില്ല. അത് മാത്രല്ല, അദ്ദേഹത്തിന്റെ മകൾ നഷ്ടപ്പെട്ടിട്ട് എവിടേക്കോ ഇറങ്ങിപ്പോയതാണ്. എവിടെയാണെന്നും അദ്ദേഹത്തിന് അറിയില്ല. ആരും അദ്ദേഹത്തിന് കൂട്ടില്ല. അദ്ദേഹമാണെങ്കിലും മദ്യത്തിന് അടിമപ്പെട്ട് നടക്കുവാണ്. അദ്ദേഹത്തിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ഭൂമിനെ സ്നേഹിച്ചും മുന്നിൽ കണ്ടും നിക്കാലോ എന്നൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ അച്യുതൻ. ഇല്ല, ഞാൻ കൊടുക്കില്ല, എന്റെ മോളെ ഞാൻ ആർക്കും കൊടുക്കില്ല. എന്റെ കണ്ണടയണ വരെ എന്റെ മോള് എന്റെ അടുത്ത് തന്നെ വേണം എന്ന് വീണ്ടും സ്വാർത്ഥ സ്വഭാവത്തോടെ അച്യുതൻ ഇങ്ങനെ ആലോചിക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജനേനെയാണ്. അഞ്ജന വീട്ടിൽ വന്ന് ഭവാനിയുടെ അടുത്ത് പറയണ്ട, അവന്റെ മനസ്സിൽ അവളാണ് ആ ഭൂമി. എന്നെ ഇഷ്ടമല്ലെന്നും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അമ്മേ എന്ന് പറയാണ്. നീ എന്തൊക്കെയാ മോളെ പറഞ്ഞത്? അവൻ നിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞോ? അവൻ സ്നേഹിക്കുന്നത് ഭൂമിനെയാണെന്ന്, അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോ? അവൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവളില്ലാതെ വേറെ ആരെയും ഭാര്യയായിട്ട് കാണാൻ പറ്റില്ലെന്നും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇല്ലമ്മേ, എനിക്കിപ്പോ വാശയായി. അവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ ഭൂമിയല്ല, ആര് വന്നാലും, സൂര്യനും ചന്ദ്രനും ആര് വന്നാലും ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. ഇത് ഈ അഞ്ജനയുടെ വാശിയാണ്. അവൻ എന്റെ കയ്യിൽ നഷ്ടപ്പെട്ട ഈ അഞ്ജനയുടെ മരണമാണെന്ന് അമ്മ കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് നേരെ അഞ്ജന നിലത്തേക്ക് ഇറങ്ങി പോകുമ്പോ അവിടെ നമ്മുടെ അജയ് വരുന്നു കേട്ടോ. അജയനെ കാണുമ്പോ തന്നെ അഞ്ജന വേഗം അജയന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് പറയണ്ട, നീ ഇന്ന് പറഞ്ഞതെല്ലാം തന്നെ കാര്യമായിട്ടാണോ? നിനക്ക് ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ലേ? എന്നെ സ്നേഹിക്കാൻ നിനക്ക് പറ്റില്ലേ എന്ന് ചോദിക്കാണ്. എനിക്ക് നിന്നോട് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അഞ്ജന. എനിക്കൊരിക്കലും നിന്നെ ഭാര്യയായിട്ട് കാണാനോ സ്നേഹിക്കാനോ ഒന്നും സാധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ വേറൊരു വേണ്ട മതി. നോക്ക്, ഈ അഞ്ജനക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ അജയ് മാധവിന്റെ കൂടെ തന്നെയായിരിക്കും. ഇതെന്റെ വാശിയായിട്ട് കാണണമെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അജയിന ഇങ്ങനെ വാശിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് അഞ്ജന. അജയ് ആണെങ്കിൽ ഷോ ഇവളെ കൊണ്ട് തോറ്റു, ഇവളെങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അജയ് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്ന സത്യൻ എന്തോ ആവശ്യത്തിന് അച്യുതനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. നമ്മുടെ സൗഭാഗ്യപുരത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചതിന് ശേഷം അച്യുതനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. തന്റെ മകളെ 22 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതാണ്. അത് ഭൂമിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത്. ഭൂമി നല്ല കുട്ടിയാണ്, ഭൂമി അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ ആ കൂടുതൽ നമ്മുടെ സത്യന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് 22 വർഷം മുമ്പ് എന്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. ഭൂമിനെ കാണുമ്പോൾ എനിക്ക് എന്തോ എന്റെ മകളുടെ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രായമുള്ള പെമ്പിളരെ കാണുമ്പോൾ എനിക്ക് എന്റെ മകളെ ഓർമ്മ വരാറുണ്ട്. ഭൂമിയുടെ സംസാരവും നോട്ടവും ഒക്കെ തന്നെ എനിക്ക് എന്റെ കുത്തി തറക്കുന്ന പോലെ, എന്റെ സ്വന്തം മകളെ പോലെ എനിക്ക് തോന്നി തുടങ്ങുവാണ്. അപ്പോ അച്യുതൻ ചോദിക്കണല്ല, സാറിന്റെ മകളെ നഷ്ടപ്പെട്ടപ്പോ സാർ അവരെ അന്വേഷിച്ചില്ലെന്നോ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവോ? അവരെ എവിടെയും കണ്ടുകിട്ടിയില്ല. കാര്യം ഉറപ്പാണ്, എന്റെ ഭാര്യയും മകളും
മരിച്ചിട്ടില്ല, അവര് ജീവനോടെ എവിടെയോ ഉണ്ട്. എന്റെ മകള് തിരിച്ചു വരാത്തോണ്ടാ എന്റെ ഭാര്യ തിരിച്ചു വരാത്തത്. മകള് വന്നു കഴിഞ്ഞാൽ എന്റെ ഭാര്യയും വരും. എന്റെ മകളെ വേറെ ആരോ വളർത്തുന്നുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അല്ല, സാറിന്റെ മകളെ അങ്ങനെ ആരെങ്കിലും സ്നേഹത്തോടെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ സർ എന്ന് അച്യുതൻ ചോദിക്കുമ്പോ സത്യന്റെ സ്വഭാവം അപ്പൊ തന്നെ മാറാട്ടോ. എന്ത് നല്ല കാര്യം? അങ്ങനത്തെ ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിലോ നിയമത്തിലോ, ഇവിടെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ വിവരം അറിയിക്കുകയാണ് വേണ്ടത്. വേണ്ടപ്പെട്ട ആൾക്കാരെ വിവരം അറിയിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വല്ലവരുടെയും കുട്ടികളെ വളർത്തുന്നത് അത്ര നല്ല സ്വഭാവം എന്നല്ല. എന്റെ മോളെ ആര് സ്നേഹത്തോടെ വളർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ നിന്ന് ഇത്രയോ നാളെ എന്നെ അകറ്റി നിർത്തിയ എന്റെ മകളെ അച്ഛനായിട്ട് ഇപ്പൊ കാണുന്ന ഒരാളെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. എന്റെ മകൾ അങ്ങനെ ആരെങ്കിലും എടുത്തു വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ അവരെയായിരിക്കും ആദ്യം ശിക്ഷിക്കുന്നത് എന്നൊക്കെ പറയണ്ടതൊക്കെ കേൾക്കുമ്പോ അച്യുതനും ആകെ ഷോക്ക് ആവട്ടോ. തിരിച്ച് വീട്ടിലെത്തിയ അച്യുതൻ അംബിക എടുത്ത് പറയുന്നുണ്ട്, എന്റെ മകൾ എന്നെ അല്ലാതെ വേറെ ആരെയും അച്ഛാന്ന് വിളിക്കണത് എനിക്കിഷ്ടമല്ല, എനിക്കത് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നൊക്കെ പറയണം. അതിനുശേഷം അച്യുതൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അഞ്ജനയാണെന്നുണ്ടെങ്കിൽ ഭവാനിയുടെ പറയണ്ട്, അവൻ ഏതു നേരം അവളുടെ പിന്നാലാണ്, ആ ഭൂമിയുടെ പിന്നാലെ. എപ്പോ അവനെ കാണാൻ പോയാലും അവൾ അവിടെ ഉണ്ടാവും. ആ ഭൂമി, ആ ചായക്കടക്കാരി, അവന്റെ പോലീസ് സ്റ്റേഷൻ നേരെ ഫ്രണ്ടിലാണ് അവളുടെ കോഫി ഹൗസ്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അജയ് അവൻ എന്റെ മാത്രാണ്. ശരിയാ മോളെ, അജയ് നിന്റെ മാത്രാണ്. നിനക്ക് വേണ്ടി സ്വന്തം അജയ്, അവനെ നിനക്ക് ഞാൻ നേടിത്തരും, നിന്റെ അമ്മയിലും നിന്നോട് പറയണത് എന്നൊക്കെ പറയാണ്. ശേഷം ഭൂമി എന്തോ ആവശ്യത്തിന് നമ്മുടെ സൗഭാഗ്യപുരത്തേക്ക് വരുന്നുണ്ട്. സത്യനും നമ്മുടെ ഭൂമിയും കൂടി ചേർന്ന് നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ ഭവാനി എന്തോ ആവശ്യത്തിന് ഭൂമിനെ വിളിച്ചു വരുത്താണ്. അതൊരു കെണിയാണ് കേട്ടോ, വേറെ ഒന്നല്ല, ഭൂമിനെ കൊല്ലാനുള്ള കെണി. അടുക്കളയിൽ ഒരു ചാർജറിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കുത്തി വെച്ചിരിക്കുകയാണ് ഭവാനി. എന്നിട്ട് ആ ഒരു കെണിയിലേക്ക് നമ്മുടെ ഭൂമിനെ കൊണ്ട് വീഴ്ത്തണം. അത് ഭൂമി ഷോക്ക് അടിച്ച് മരിക്കണം. അതാണ് ഈ ഭവാനിയുടെ ഉദ്ദേശം. അതിനുവേണ്ടി അടുക്കളയിൽ എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട് ഭവാനി. ആ പണി അറിയാതെ ഭൂമി അവിടേക്ക് വരുന്നുണ്ട്. ഭൂമിക്കൊന്നും സംഭവിക്കില്ല, കാരണം ഭവാനിയുടെ സ്വന്തം മകൾ അഞ്ജന തന്നെയാണ് ആ അപകടത്തിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമി വീട്ടിലേക്ക് വരുമ്പോഴേക്കും സത്യൻ സാറ് ആ സൗഭാഗ്യപുരത്തെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അച്യുതൻ അങ്ങോട്ട് പെട്ടെന്ന് ദേഷ്യം വരുവാണ്. മതി, നിർത്ത്, ഒരു സൗഭാഗ്യപുരം, അവിടുത്തെ സത്യൻ സാറും അവിടുത്തെ മുത്തശ്ശിയും, നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാട്ടോ. അച്ഛന് ഇത് എന്തു പറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി ആകെ വിഷമിച്ച് കരയാണ്. ശേഷം ഭൂമി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുണ്ട്. എന്തിനാ അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്റെ അച്ഛനും അമ്മയാണെന്ന് അറിയില്ലേ? ഞാൻ സത്യൻ സാറിനെ അവിടുത്തെ മുത്തശ്ശിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ അത് നിങ്ങളുടെ ഗുണം കൊണ്ടിട്ടാണ്. അച്ഛനും അമ്മയും എന്നെ ആ രീതി വളർത്തിയോണ്ട് എനിക്ക് എല്ലാവരുടെ സ്നേഹവും മമതയും മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ അച്ഛന് എന്ന് പറയുന്നത്, ആ വ്യക്തി എന്ന് പറയുന്നത് അച്ഛനാണ്, അച്യുതനാണ്, അമ്മ അംബികയാണ്. നിങ്ങളാണ് എന്റെ ഉലകം, നിങ്ങളാണ് എന്റെ ഭൂമി, ഈ ഭൂമി നിങ്ങളുടെ ചുറ്റുമൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗമാണ് വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വരാൻ പോകുന്ന ആഴ്ച നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.